ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് ധ്യാന വിഷയം. നന്ദി പറയുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം. എന്ത് ചെയ്താലും താങ്ക്സ്, നന്ദി എന്ന് നമ്മൾ പറയാറുണ്ട്. അത് നല്ല ഒരു വികാരമാണത്, നല്ല ഒരു കാര്യമാണ് നന്ദി പറഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിക്കുക. പക്ഷേ ഈ പറച്ചിലിൽ തീരുന്നതല്ല നമ്മുടെ നന്ദിയുടെ വികാരം, അത് ജീവിച്ച് കാണിക്കേണ്ടതാണെന്ന് ഇന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന മനോഹരമായ തിരുവചന ഭാഗമാണ്. ഈ കുഷ്ഠരോഗികൾ ഈശോയെ കണ്ട മാത്രയിൽ ഇങ്ങനെയാണ് നിലവിളിക്കുക: കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമ്മളൊക്കെ ഒരു രോഗമായിട്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളാരും കരുണയ്ക്ക് വേണ്ടി പറയാറില്ല. നമ്മളെന്താ പറയുക? എനിക്ക് ഇന്ന രോഗമാണ്, സുഖപ്പെടാനായിട്ട് ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് ഈ 10 കുഷ്ഠരോഗികൾ ഈശോയെ കണ്ട മാത്രയിൽ പറഞ്ഞതാണ്: കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണം. ഈ കരുണയും നന്ദിയും തമ്മിൽ ആഴമായ ചില ബന്ധങ്ങളുണ്ട്. ആരാണ് കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുക? അത് ആരും സഹായമില്ലാത്തവൻ്റെ നിലവിളിയാണ് കരുണയുടെ പ്രാർത്ഥന. കർത്താവേ, പാപിയായ എൻ്റെ മേൽ കരുണയുണ്ടാകണം. എന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല, എന്നെ സ്നേഹിക്കാനായിട്ട് ആരുമില്ല, എൻ്റെ കാര്യങ്ങൾ നടത്തി തരാനായിട്ട് ആരുമില്ല. അങ്ങനെയുള്ള ഒരാളാണ് നിസ്സഹായൻ്റെ നിലവിളിയാണ് കരുണയ്ക്ക് വേണ്ടിയുള്ള നിലവിളി. അങ്ങനെയെങ്കിൽ ആ നിസ്സഹായൻ്റെ പ്രത്യേകത എന്താണ്? ആ നിസ്സഹായന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അവന് ഉത്തരം തന്നവന് വേണ്ടിയിട്ട് നന്ദിപൂർവ്വം ജീവിക്കേണ്ട ഒരു കടമയുണ്ട്. ആ കടമയിലൂടെ മാത്രമേ ഈ ഉത്തരത്തിൻ്റെ നിലനിൽപ്പിൻ്റെ വര നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ 10 കുഷ്ഠരോഗികൾ കണ്ട് മാത്രം ഈശോയോട് പറയുന്നുണ്ട്: ഈശോയെ, നന്ദി ഉണ്ടാകണം, കരുണയുണ്ടാകണം. ഉടനെ ഈശോ പറഞ്ഞ അടുത്ത ഡയലോഗ് എന്താണെന്നറിയുമോ? നിങ്ങൾ പോയി പുരോഹിതൻ്റെ മുമ്പിൽ നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുക. ദൈവമായിരുന്നിട്ടും ദൈവത്തിൻ്റെ അതിരങ്ങളിൽ നിന്ന് വന്ന വാചകം എന്താണ്? പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുക. കൗദാശികപരമായിട്ട് നമുക്ക് ലഭിക്കേണ്ട വലിയ നന്മയെക്കുറിച്ചാണ് ഇന്ന് സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് നേരിട്ടൊക്കെ ദൈവത്തോട് പറയാം. അപ്പോഴൊക്കെ ഈശോ നമ്മളോട് പറയുന്നൊരു ഉത്തരവുണ്ട്: മക്കളെ, സഭയിലൂടെയാണ് നിങ്ങൾക്ക് കൃപ ലഭിക്കുക, പൗരോഹിത്യത്തിലൂടെയാണ് നിങ്ങൾക്ക് കൃപ ലഭിക്കുക, കൂദാശകളിലൂടെയാണ് നിങ്ങൾക്ക് കൃപ ലഭിക്കുക. ആ കൃപയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറായാൽ നമ്മൾ ദൈവം അനുഗ്രഹിക്കുമെന്ന് യാതൊരു സംശയമില്ല. എനിക്ക് ഇന്ന് ആ പുരോഹിതരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവർ പോകുന്ന വഴിക്ക് തന്നെ, കാരണം എന്താണ്? മക്കളെ, നിങ്ങൾ പുരോഹിതരെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഈശോയുടെ മറുതലൊന്നും ഇവർ പറഞ്ഞില്ല. എന്തിനാണ് ഈശോയെ നിങ്ങൾ പുരോഹിതൻ്റെ അടുത്ത് പോകുന്നത്? നിനക്ക് സൗഖ്യപ്പെടുത്തിക്കൂടെ? നീയല്ലേ വലിയ സംഭവം, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ നീയല്ലേ, മരിച്ചു വേർപ്പിച്ച നീയല്ലേ, പിന്നെ എന്തുകൊണ്ട് ഞങ്ങളെ സുഖപ്പെടുത്താൻ നിനക്ക് പറ്റില്ല എന്ന് അവർ ചോദിച്ചില്ല. അവരെന്ത് ചെയ്തേ? അവർ പുരോഹിതരുടെ അടുത്തേക്ക് പോവുകയാണ്. അതവരുടെ വിശ്വാസം. സഭയോട് ചേർന്ന്, പൗരോഹിത്യത്തോട് ചേർന്ന് നിന്നാൽ അവർക്ക് കൃപ ലഭിക്കും എന്നുള്ള വിശ്വാസത്തിൽ അവരുടെ മുമ്പിൽ നിൽക്കുന്നത് ദൈവമാണെങ്കിലും അവർ ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിച്ച് യാത്ര പോവുകയാണ്. പോകുന്ന വഴിക്ക് അവർക്ക് സുഖം പ്രാപിച്ചു എന്ന് പറയും. നമ്മളൊക്കെ എന്തോരം സൗഖ്യപ്പെട്ടവരങ്ങനെ അല്ലേ? വിശുദ്ധ കൂദാശകളിലൂടെ, കുമ്പസാരത്തിലൂടെ, മാമോദീസയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ എന്തോരം സുഖം പ്രാപിച്ചവരാണ് നമ്മൾ. പക്ഷേ ഇനി അടുത്തതാണ് പ്രശ്നം. 10 കുഷ്ഠരോഗികളാണ് സുഖപ്പെട്ടത്, പക്ഷേ 9 പേർ മാത്രം വന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന രംഗമുണ്ട്. നമ്മുടെ ജീവിതം അവകാശമല്ല, ഔദാര്യമാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ ഔദാര്യമാണ് ഈ ജീവിതം. ആ ഔദാര്യത്തെ മറന്നാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത്. നമ്മുടെ വിചാരം എന്താണ്? നമ്മൾ ഓക്കെയാണ്, പെർഫെക്റ്റാണ്, എനിക്ക് ആരെയും സഹായമൊന്നും വേണ്ട, എനിക്കൊരു നന്ദി അർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണ്? എൻ്റെ അവകാശം എനിക്ക് ലഭിച്ചു എന്നുള്ളത്. ഞാൻ കിടക്കുന്നത് എൻ്റെ അവകാശം, ഞാൻ ഭക്ഷിക്കുന്നത് എൻ്റെ അവകാശമാണ്, ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം എൻ്റെ അവകാശമാണെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് നമ്മൾ ആർക്കും നന്ദി പറയാതെ ജീവിച്ചു തീർക്കുക. പ്രിയപ്പെട്ടവരെ, നോക്കിയേ, ഈ 10 പേർക്ക് സുഖം പ്രാപിച്ചു, പക്ഷേ ഈ 9 പേരുടെ സൗഖ്യത്തിന് നിലനിൽപ്പുണ്ടായിരുന്നില്ല. അവർക്ക് വീണ്ടും വീണ്ടും ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അവർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കാതിരുന്നു. അവർക്ക് നിത്യസമ്മാനമായ സ്വർഗം ലഭിക്കാതിരുന്നു. എന്നാൽ ഈ തിരിച്ചു വന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞവനോട് ഈശോ പറയാണ്: മോനെ, നീ രക്ഷ പ്രാപിച്ചിരിക്കും. ഈ രക്ഷ നമുക്ക് വേണ്ട. സൗഖ്യം നമുക്ക് എളുപ്പമാണ്, പക്ഷേ സൗഖ്യത്തിനപ്പുറമുള്ള രക്ഷ ലഭിക്കുക അതത്ര എളുപ്പമുള്ള കാര്യമല്ല. രക്ഷ ലഭിക്കുന്ന ആർക്കാണ്? എളിമയോടുകൂടി മരണം വരെ ജീവിക്കുന്നവർക്ക്, നന്ദിപൂർവ്വം ജീവിക്കുന്നവർ. ഇതൊരു ഔദാര്യമാണ്, ദൈവത്തിൻ്റെ ഒരു ദാനമാണ് ഈ ജീവിതം എന്ന ബോധ്യത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുന്നവർക്കാണ് രക്ഷ ലഭിക്കുക എന്ന് സുവിശേഷം എന്ന് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നന്ദി പറയാൻ എളുപ്പമാണ്, അത് ജീവിക്കുക. അത് മറ്റുള്ളവരോട് മാത്രമല്ല, ദൈവത്തോടും കടപ്പാടുള്ള മനുഷ്യരായി ജീവിക്കുക. സഭയോട് ചേർന്ന് പ്രവർത്തിക്കുക. കൗദാശികപരമായ ജീവിതത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് മാറ്റി നിർത്തുക. പൗരോഹിത്യവും സഭയിലൂടെയൊക്കെയാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ഒഴുകുക, മറക്കാതിരിക്കാം.
ആ കൃപയോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ അവനെ പോയി കാണുക, പുരോഹിതൻ്റെ അടുത്ത് പോയി നിങ്ങൾ രക്ഷ പ്രാപിക്കുക. അങ്ങനെയെങ്കിൽ സഭയോട് ചേർന്ന് നിന്നാൽ കുറവുകളുണ്ടാകും, ബലഹീനരല്ലാത്ത ആരാ മനുഷ്യരുള്ള. പക്ഷേ പൗരോഹിത്യം അത് ദൈവത്തിൻ്റെ സമ്മാനമാണ്. അത് ആരുടെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട, അത് ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപയുടെ മേൽ ദൈവം അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കും. സഭ ദൈവം സ്ഥാപിച്ചതാണ്, അതിനാരാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതല്ല, ദൈവത്തിൻ്റെ ചോരയാൽ സ്ഥാപിതമായതാണ്. അതുകൊണ്ട് ആ സഭയിലൂടെ നമുക്ക് കൃപ ലഭിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ കുറ്റപ്പെടുത്താതെ, വിശ്വാസക്കുറവുകളില്ലാതെ അതിനെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നമുക്കവിടെ കൃപയുണ്ടാകുള്ളൂ. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നേട്ടങ്ങളുണ്ടാകില്ല, നമ്മളൊക്കെ തകർന്നു പോകും. അതുകൊണ്ട് സഭയോട് ചേർന്ന് നിന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കുക, ദൈവം നല്ല കൃപകളെ ഓർത്ത് നന്ദിപൂർവ്വം ജീവിച്ചു തീർക്കുവാൻ ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.